ഡോൾമമ്മായി ഒരു ചായ. बिहान देखी कोतीचे कैसा का പൂലാൻ ദേവിയോ? ചായയല്ലേ ചോദിച്ചുള്ളൂ, ചാരായം ചോദിച്ചില്ലല്ലോ. കിയാടെ അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. നീ പറ പ്രസാദ സൗമ്യാര 8 തട്ടിവിടാം. എന്തിനാടാ അവളെ ഉപദ്രവിക്കുന്നത്? പിന്നെ എന്നെ കൊരങ്ങാന്ന് വിളിച്ചാ? അയ്യോ, കൊരങ്ങാന്നൊന്നും ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലടി? ഇല്ല, ഞാൻ മങ്കി എന്നല്ലേ വിളിച്ചത്. കേട്ടാമേ, ചേട്ടനെ എങ്ങനെ മങ്കി എന്നൊക്കെ വിളിക്കാം? ഏട്ടാ, ഇനി ഞാൻ മങ്കി എന്നൊന്നും വിളിക്കില്ല കേട്ടോ. കുഴപ്പമില്ല, കൊരങ്ങാന്നേ വിളിക്കൂ. നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു? വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും. പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. വണ്ടി കയറിയിരിക്കണ്, സ്റ്റാൻഡ് കേടായി കാണൂലോ. ഒരു നാൾ ഞാനും ഏട്ടനെ പോലെ വളരും വലുതാവും. ഏട്ടനെ പോലെ ബ്രിട്ടാനിയ ബിക്കീസ് തന്നെ തിന്നും. ബ്രിട്ടാനിയ നിന്നോളം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഓറാക്കല്ലേ ശ്രീജ, ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. അതും കയ്യിന്ന് പോയി. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ട രോമാറ്റം നോക്കി. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. പറയല്ലേ, എനിക്ക് അവളെ ഓജസ്സും തേജസ്സും ഉള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. ഐ വാണ്ട് മൈ വൈഫ് ബാക്ക് വിത്ത് ലോട്ട്സ് ഓഫ് ഓജസ് ആൻഡ് തേജസ്. What do you mean? ചളമായെന്ന് തോന്നുന്നു. ചേച്ചി, 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 അമ്മേ. நான் ஏதோ ஒரு மூட்ல கிஸ் குடுன்னு கேக்குறேன்னு வச்சுக்கோ. ஹலோ, அதுக்கெல்லாம் வேற ஆளை பாருன்னு நான் கோமா சொல்லணும், கரெக்டா? கரெக்ட். ஆனா நான் அப்படி சொல்ல மாட்டேன். എനിക്കറിയാം നീ നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണെന്ന്. മര്യാദ കാണിക്കണം കേട്ടോ. ഏതിനും ഒരു മര്യാദ വേണം. നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളെ കണക്കൂട്ടലിനെല്ലാം അപ്പുറം പോവുകയാണ്. എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ. ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും, തേങ്ങാ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്നതാ? എന്റെ സ്വപ്നങ്ങൾ. അതല്ല അത് ഇവിടെ ഒരു കടി കിട്ടിയത് അങ്ങനെ വിഷം മേളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി മേളിൽ കെട്ടിട്ടേക്കുക. അതിനിവിടെ കെട്ടിട്ടേക്കാണോ? പാമ്പ് കടിക്കുന്ന വിഷം അത്രയ്ക്കും വേഗം കയറുമോ? അയ്യോ, പാമ്പല്ല അടിച്ചത്, ഭാര്യ. ഭാര്യ അടിച്ചാണോ? ഭാര്യ പാമ്പിനേക്കാളും വിഷമല്ലേ? He will beat you. He is the best boxer of our country. No, He is like your Mike Tyson. Mike Tyson. ഞാനാ അടിക്കച്ചായ. എടാ ചെറുക്കാ, നീ വായി തോന്നുന്ന വിളിച്ച് പറയരുത് കേട്ടാ. You challenging me? ഒരു മൊത്തം മനുഷ്യൻ കാട്ടണ കാട്ടലുണ്ടോ നിങ്ങള്? ഇതിനെ കണ്ടാ പറയോ ഇതിനൊരു അരപ്പീതി ലൂസാന്നുള്ളത്? എത്താപ്പ ചെയ്യാ, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടലാണ് ചില നേരത്ത്. എന്താണ് വല്ല ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കൊരു വല്ലാത്ത പ്രേമൊക്കെ ഉണ്ടായിരുന്നു. ആരോട്? അങ്ങനെയൊന്നുമല്ല. അപ്പൊ നോക്കുമ്പോ ഒരു അടിപൊളി സീനം ചേട്ടൻ, ബോബി ആൻഡ് ബേബി വെഡിങ് കാർഡിലൊക്കെ അടിക്കുമ്പോ ഡ്രസ് അടിപൊളിയായിരിക്കും. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ സൊല്ലടാ. സൊല്ല്. Hey old man, what's going on here?
What's wrong with you? Hey, come on, man. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവല